ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോട് കൂടിയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ചധികം ലെങ്തി ആകും. എന്തായാലും നമുക്കിനി നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക്ക്, ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഇപ്പോൾ ഒരു കമ്പനി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഇഷ്യൂ ചെയ്തത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടാണ് എങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. അപ്പോൾ അത് എങ്ങനെയാണ് ടാക്സബിൾ ആവുക, അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ കമ്പനി നോട്ട് ബീയിങ് എ കമ്പനി ഇൻ വിച്ച് ദ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ഇഷ്യൂസ് ഷെയർസ്, അത് പ്രിഫറൻസ് ഷെയർ ആവാം, ഇക്വിറ്റി ഷെയർ ആവാം, അറ്റ് എ പ്രീമിയം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ഇത് ബാധകമാകുന്നത് ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് അല്ലാത്ത കമ്പനിയാണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാകും. അപ്പോൾ ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറോ ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തത് ഏതിലായിരിക്കണം? പ്രീമിയത്തിലായിരിക്കണം. ഓക്കെ, പ്രീമിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു 10 രൂപേൻ്റെ ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 രൂപ പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ആയിരിക്കണം. അത് ഇഷ്യൂ ചെയ്യുന്നത് ആർക്കായിരിക്കണം? റെസിഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ച് കമ്പനി റിസീവ് കൺസിഡറേഷൻ അഗെയിൻസ്റ്റ് സച്ച് ഷെയർ ഫ്രം എ റെസിഡൻറ്റ് പേഴ്സൺ. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ദ സച്ച് കൺസിഡറേഷൻ എക്സീഡ് ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ അവിടെ കൺസിഡറേഷന് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുകയും വേണം. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. 4ാമത്തെ കണ്ടീഷൻ പറഞ്ഞത് സച്ച് എക്സസ് കൺസിഡറേഷൻ ഷാൾ ബി ട്രീറ്റഡ് ആസ് എ ഇൻകം ഓഫ് ദി റിസിപ്പിയൻറ്റ് കമ്പനി. ഓക്കെ, ആ 3ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 150 ആണ്. ഓക്കെ, കൺസിഡറേഷൻ കിട്ടിയിട്ടുള്ളത് ഫെയർ മാർക്കറ്റ് വാല്യൂ 100 ആക്കി എടുക്കാം. ഫെയർ മാർക്കറ്റ് വാല്യൂ 100, കൺസിഡറേഷന് 150 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണെന്ത്? കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സസ് എത്രയാണ്? 50 രൂപയാണ് എക്സസ്. അപ്പോൾ ഈ എക്സസ് എമൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ 50 രൂപ കമ്പനിയുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഓക്കെ, അതാണ് പറഞ്ഞത്. സച്ച് കൺസിഡറേഷൻ എക്സീഡ് എന്തിനേക്കാൾ? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഇഷ്യൂഡ് ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് കൺസിഡറേഷൻ എങ്കിൽ സച്ച് എക്സസ് കൺസിഡറേഷൻ ഷാൾ ബി ട്രീറ്റഡ് ആസ് എ ഇൻകം ഓഫ് ദി റെസിപ്പിയൻറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം? ആദ്യം ഒരു പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് അല്ലാത്ത കമ്പനി ആയിരിക്കണം. എന്ന് വെച്ചാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആയിരിക്കണം. ആ ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് റെസിഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അലോട്ടി ഷുഡ് ബി റെസിഡൻറ്റ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ആ പ്രീവിയസ് ഇയറിൽ ആ ഷെയർ കൊടുക്കുന്ന ആൾ ആർക്കാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവരെന്തായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഈ പ്രൊവിഷന് അത് ആർക്ക് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തത് പാറിലോ പ്രീമിയത്തിലോ പാറിലോ ഡിസ്കൗണ്ടിലോ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്ഷന് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ അപ്ലിക്കബിൾ ആകുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് the provision is not applicable if such company is converted into a company which are publicly substantially interested during the previous year itself after the issuance of shares. ഇപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആയിരുന്നു. എന്ന് വെച്ചാൽ പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനി ആയിരുന്നു. പിന്നെ ആ പ്രീവിയസ് ഇയറിൻ്റെ ഇടയിൽ എന്തായി? ഈ കമ്പനി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? പബ്ലിക് ആർ സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സെക്ഷൻസ് അപ്ലിക്കബിൾ ആവില്ല. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഇത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൻ്റെ അണ്ടറിൽ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ കമ്പൽസറി അക്വിസിഷൻ മുഖേന ഗവൺമെൻറ് നമ്മളുടെ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാൻ എന്ത് ചെയ്യും, സമയമെടുക്കും. ഇനി നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാനും എന്ത് ചെയ്യും, സമയമെടുക്കും. അപ്പോൾ ഈ കോമ്പൻസേഷൻ കിട്ടാൻ സമയം എടുത്തതിന് ആയിട്ട് അപ്പോൾ ഗവൺമെൻറ് ഒരു ഇൻട്രസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷന് ഒരു ഇൻട്രസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ അതെന്താകും, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ആണ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എൻ അസസി ഓൺ കോമ്പൻസേഷൻ ഓർ നോട്ട് ഓർ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആസ് ദ കേസ് മേ ബി ഷാൾ ബി ഡീംഡ് ടു ബി ഇൻകം ഓഫ് ദി ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ്. അപ്പോൾ ഏത് വർഷമാണോ ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് ആ വർഷം അതെന്താകും, ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. അവിടെ ശ്രദ്ധിക്കുക, ഏതാണ്, ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്, ഈ ഇൻട്രസ്റ്റിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 50% ഡിഡക്ഷൻ. അപ്പോൾ എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ലെസ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് ആണ് ടാക്സബിൾ ആവുക. ഫോർ എക്സാമ്പിൾ 50,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50,000ൻ്റെ 50% ആയിട്ടുള്ള 25,000 എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ട് ആയിട്ടുള്ള 25,000 ആണ് ടാക്സബിൾ ആവുക. ക്ലിയർ? It is taxable under the head income from other sources after allowing standard deduction of 50%. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു വാട്ട് സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് ഓർ സ്കീം. എംപ്ലോയീൻ്റെ കയ്യിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. അത് എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സ്റ്റാഫ് വെൽഫെയർ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാകും. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെ സ്റ്റാഫ് വെൽഫെയർ ഫണ്ടോ അല്ലെങ്കിൽ അതേപോലുള്ള സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിൽ നിന്നും ഒരു എമൗണ്ട് വാങ്ങിയെന്ന് വിചാരിക്കുക. ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എംപ്ലോയർ ഈ ഫണ്ട് എംപ്ലോയീൻ്റെ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം അതെന്താകും, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. അത് PGBBൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആയിട്ടില്ല എങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടാക്സ് പോയിന്റ് പറയുന്നത്, ഇഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടേക്കൺ ആൻഡ് ഡെപ്പോസിറ്റ് വിത്തിൻ ടൈം, ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിൻ ലിമിറ്റിൻ്റെ ഉള്ളിൽ എംപ്ലോയിൻ്റെ നിന്ന് കോൺട്രിബ്യൂഷൻ അതെന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. അത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, നോ ടാക്സ് ട്രീറ്റ്മെൻറ്റ്. നോർമലിയാണ്, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോട്ട് ഡെപ്പോസിറ്റ് വിത്തിൻ ടൈം, ആ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള ടൈമിൻ്റെ ഉള്ളിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതെന്താകും, ടാക്സബിൾ ആസ് എ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇഫ് ഇറ്റ്സ് നോട്ട് ടാക്സബിൾ ആസ് എ ബിസിനസ് ഇൻകം. അപ്പോൾ ബിസിനസ് ഇൻകത്തിൽ അത് ചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ അത് ടാക്സബിൾ ആകും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 28B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആൻഡ് അതുപോലെ ലോക്കൽ അതോറിറ്റി, കമ്പനി, കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഓർ പ്രൊവിൻഷ്യൽ ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം സെൻട്രലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു കോർപ്പറേഷന്, കമ്പനി, ലോക്കൽ അതോറിറ്റി ഇവരൊക്കെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇനി ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു അസസിക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആവുക. പക്ഷേ ഇപ്പോൾ ഒരു അസസിയുടെ മെയിനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഈ സെക്യൂരിറ്റീസ് വാങ്ങുക, വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അസസിയെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റീസ് എന്താണ്, സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉള്ള ഒരു സെക്യൂരിറ്റീസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള ഒരു അസസിയെ സംബന്ധിച്ചിടത്തോളം ആ അസസിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്നുള്ളത് PGBP രണ്ടിലാണ് ടാക്സബിൾ ആവുക. ഇപ്പോൾ എൻ്റെ വർക്ക് എന്നുള്ളത്, എൻ്റെ ബിസിനസ് എന്നുള്ളത് സെക്യൂരിറ്റീസ് വാങ്ങുക, വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് PGBP രണ്ടിലാണ് ടാക്സബിൾ ആവുക. ഇനി അതല്ല എങ്കിൽ അതർ ദാൻ
ഈ സ്റ്റോക്കിംഗ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആകും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ചാർജബിലിറ്റി ആണ്. ഇറ്റ് ഈസ് ടാക്സ്ഡ് ആസ് പെർ ക്യാഷ് ബേസിസ് ഓർ ഡ്യൂ ബേസിസ് ഡിപ്പെൻഡിങ് ഓൺ ദി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് റെഗുലർലി ഫോളോഡ് ബൈ ദി അസസി. അപ്പോൾ അസസി ഏത് അക്കൗണ്ടിങ് മെത്തേഡാണ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത് അത് പ്രകാരമാണ് അത് ചാർജബിൾ ആകുന്നത്. ഇനി അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അത് ഡ്യൂ ബേസിസിലാണ് ടാക്സബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ടാക്സബിൾ ആകും. ഇൻട്രസ്റ്റ് ഷാൾ ബി ടാക്സബിൾ വെൻ സച്ച് ഇൻട്രസ്റ്റ് ഫാൾ ഡ്യൂ. ഓക്കെ, അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും ഡ്യൂ ആയി കഴിഞ്ഞാൽ അതെന്താകും, ടാക്സബിൾ ആകും. ഈ ഇൻട്രസ്റ്റിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസിങ് അപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, TDS കട്ട് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ TDS കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കയ്യിൽ കിട്ടുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി വരും, ഗ്രോസ് അപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഇൻകം വേണ്ടത് എത്രയാണോ ഇൻട്രസ്റ്റ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് അതിൽ നിന്ന് എന്ത് ചെയ്യും, TDS ഒരു ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ലെസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കുള്ള എമൗണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളത് നെറ്റ് എമൗണ്ട് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രോസ് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളത് ഗ്രോസ് ആയിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS റേറ്റ്. 100 എന്ന് പറഞ്ഞാൽ 100 TDS റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 10% ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, ഗ്രോസ് ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. സാധാരണ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്ന് നമുക്ക് കളക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഇപ്പോൾ സെക്യൂരിറ്റീസ് വാങ്ങിയിട്ടുള്ളത് ഒരു ലോൺ എടുത്തിട്ടാണ് സെക്യൂരിറ്റീസ് വാങ്ങിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലോണിന് എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും, ഈ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. എനി അതർ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂസീവ്ലി ഫോർ റൈസിങ് അല്ലെങ്കിൽ അക്വയറിങ് സച്ച് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചിലവായിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ സെക്ഷൻ 94 പറയുന്നത് അവോയ്ഡൻസ് ഓഫ് ടാക്സ് ബൈ സർട്ടൈൻ ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. എന്നതിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്? ഇപ്പോൾ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസിൽ നടത്തുന്ന ഒരു ടാക്സ് അവോയ്ഡൻസ് ട്രാൻസാക്ഷൻ ആണ് ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അത്തരം ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ 94 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്നുള്ളത്? ഇപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ സെക്യൂരിറ്റി ഉള്ളത് അവരാണ് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ ആ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡ്യൂ ഡേറ്റിൻ്റെ മുമ്പായിട്ട് ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, വേറൊരാൾക്കത് ട്രാൻസ്ഫർ ചെയ്യുന്നു, വേറെ ആളുടെ പേരിലേക്ക് അത് മാറ്റുന്നു. ഇനി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, തിരിച്ച് ആരാണോ ആദ്യം ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ പേരിൽ തന്നെ ആക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ആ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ടിനെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് കൊടുക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റിൽ ആരുടെ കയ്യിലാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ആ സെക്യൂരിറ്റീസ് ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുക ആർക്കാണ്, അപ്പോൾ ടാക്സബിൾ ആകുന്നത് എൻ്റെ ഫ്രണ്ടിനാണ്. ഓക്കെ, ഇനി ആ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു ഇൻട്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിന് ടാക്സബിൾ ആകുന്നു. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, അത് തിരിച്ചു വാങ്ങുന്നു. ഇതിനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ എന്നുവെച്ചാൽ ആരാണോ ഇൻട്രസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തത് അവർക്ക് തന്നെ എന്ത് ചെയ്യും, അത് ടാക്സബിൾ ആകും. അഥവാ ഞാനാണ് എന്ത് ചെയ്ത് ഈ ഇൻട്രസ്റ്റിൻ്റെ മേലുള്ള ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തതെങ്കിൽ പോലും അത് എനിക്കാണ് ടാക്സബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രാൻസാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സെക്ഷൻ 94 കൊണ്ടുവന്നിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലോസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ് അഡ്ജസ്റ്റഡ് വിത്ത് ഇൻകം ഓൺ സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ്. അപ്പോൾ എന്താണ് ഈ ഡിവിഡൻഡ് സ്ട്രിപ്പിംഗ് എന്നുള്ളത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കുക. അഥവാ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിക്കുന്ന ആ ഡേറ്റാണ് റിപ്പോർട്ട് ഡേറ്റ് എന്നുള്ളത്. റിപ്പോർട്ടല്ല, റെക്കോർഡ് ഡേറ്റ് എന്നുള്ളത്, റെക്കോർഡ് ഡേറ്റ്. ഓക്കെ, ഇനി ആ റെക്കോർഡ് ഡേറ്റിന് തൊട്ട് മുമ്പുള്ള 3 മാസത്തിനുള്ളിൽ സെക്യൂരിറ്റി വാങ്ങി, എന്നിട്ട് റെക്കോർഡ് ഡേറ്റ് കഴിയുന്നതിന് 3 മാസത്തിനുള്ളിൽ ആ സെക്യൂരിറ്റീസ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് വിറ്റത് ലോസിലാണെങ്കിൽ പോലും അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് റെക്കോർഡ് ഡേറ്റ്. ഫോർ എക്സാമ്പിൾ 1/1/2020 1/1/2020 റെക്കോർഡ് ഡേറ്റ്. അപ്പോൾ ഈ റെക്കോർഡ് ഡേറ്റിൻ്റെ 3 മാസത്തിൻ്റെ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസത്തിനുള്ളിൽ, മുൻപുള്ള 3 മാസത്തിനുള്ളിൽ സെക്യൂരിറ്റീസ് വാങ്ങി റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനുള്ളിൽ അത് വിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് വിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങി ഡിവിഡൻഡ് കിട്ടി എന്നിട്ടാണ് അത് വിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ചിലപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസ് വിൽക്കുന്നത് ചിലപ്പോൾ ലോസിലാകും. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ലോസിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് സച്ച് ലോസ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് സച്ച് ഡിവിഡൻഡ് ഓർ ഇൻകം റിസീവബിൾ ഓർ റിസീവ്ഡ് ഓർ റിസീവബിൾ ഷാൾ ബി ഇഗ്നോർഡ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻകം ഓഫ് ദി അസസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നോക്കാം, ഇപ്പോൾ റെക്കോർഡ് ഡേറ്റിൽ ഡിവിഡൻഡ് റിസീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇനി ലോസിലാണ് നമ്മളത് വിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലോസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ലോസ് ആയിട്ട് പരിഗണിക്കുള്ളൂ. നമ്മൾ എക്സാമ്പിളിൽ നോക്കാം. ഇപ്പോൾ ബൈ ചെയ്തിട്ടുള്ളത് 2 ലാഖിനാണ് ഒരു സെക്യൂരിറ്റീസ് ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 ലാഖ് ബൈ ചെയ്തിട്ടുള്ളത് എത്രയാണ്, 2 ലാഖാണ്. സെല് ചെയ്തിട്ടുള്ളത് 1,30,000 ആണ്. ഇപ്പോൾ ഡിവിഡൻഡ് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് 50,000 ആണെന്ന് വിചാരിക്കുക. 50,000. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബൈ ചെയ്തത് 2 ലാഖാണ്, വിറ്റത് എത്രയാണ്, 1,30,000 ആണ്. അപ്പോൾ ലോസ് എത്രയാണ്, 70,000 ആണ് ലോസ്. പക്ഷേ നമ്മൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഡിവിഡൻഡ് എമൗണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 20,000 ആണെന്ത് ഈ ലോസായിട്ട് പരിഗണിക്കുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ 58 സ്പെസിഫിക് ഡിസലവൻസ്. ഈ താഴെ പറയുന്ന ഈ ഐറ്റംസ്, ഈ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം ഫ്രം ഈ അതർ സോഴ്സസ് എന്ന ഹെഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ട്, ആ ഇൻകത്തിൽ നിന്ന് ഈ താഴെ പറയുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് എനി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദി അസസി. ഇപ്പോൾ അസസിക്ക് ഉണ്ടാകുന്ന പേഴ്സണൽ എക്സ്പെൻസ് ലെസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ എനി ഇൻട്രസ്റ്റ് വിച്ച് ഈസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓൺ വിച്ച് ടാക്സ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് സോഴ്സസ്. നമുക്കറിയാം ഇന്ത്യയുടെ പുറത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ TDS എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ TDS കട്ട് ചെയ്യാതെയാണ് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എനി സാലറി പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് ടാക്സ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് സോഴ്സസ്. അതേപോലെ തന്നെ സാലറി ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ TDS കട്ട് ചെയ്യണം. അങ്ങനെ TDS കട്ട് ചെയ്യാതെയാണ് സാലറി ഔട്ട്സൈഡ് പേ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ആ എക്സ്പെൻഡിച്ചർ നമ്മളുടെ ഒരു ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് സോഴ്സ് എന്ന ഹെഡിൻ്റെ അണ്ടറിലുള്ള ഇൻകത്തിൽ നിന്നത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് 30% ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ടു റെസിഡൻറ്റ് ഓൺ വിച്ച് TDS പ്രൊവിഷൻ ഈസ് അപ്ലിക്കബിൾ വിത്തൗട്ട് ഡിഡക്റ്റഡ് TDS ആസ് റെഫേർഡ് അണ്ടർ സെക്ഷൻ 40A(I)(1)(a). ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ TDS കൊടുക്കേണ്ടതായിട്ടുള്ള ചില പേയ്മെൻ്റ് ഉണ്ട്. അതിന് TDS കൊടുക്കാതെയാണ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ അപ്പോഴും എന്ത് കിട്ടില്ല, ആ ഡിഡക്ഷൻസ്, ഈ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടില്ല. ഇനി പറയുന്നത് എനി എമൗണ്ട് പെയ്ഡ് ആസ് എ വെൽത്ത് ടാക്സ് ഓർ ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒന്നും നമുക്ക് ഡിഡക്ഷൻസ് കിട്ടില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു കുറച്ച് എമൗണ്ട് ബോറോ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇൻകം ടാക്സ് പേ ചെയ്തു.
ഓക്കെ, അപ്പോൾ ബോറോ ചെയ്ത ഫണ്ടിന് എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എമൗണ്ട് ബോറോഡ് ഫോർ മീറ്റിംഗ് ടാക്സ് ലാബിലിറ്റീസ് നോട്ട് ഡിഡക്റ്റബിൾ. അപ്പോൾ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു, ആ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നത് എനി എമൗണ്ട് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 40A ലൈക്ക് പേയ്മെൻറ്റ് റിലേറ്റീവ് ഇൻ എക്സസ് ഓഫ് റിക്വയർമെൻറ്റ്. അപ്പോൾ പേയ്മെൻറ്റ് റിലേറ്റീവിനാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനുള്ള വാല്യൂവിനേക്കാൾ എക്സ് ആയിട്ട് എന്തെങ്കിലും പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എക്സസ് പേയ്മെൻറ്റ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് പേയ്മെൻറ്റ് ഇൻ എക്സസ് ഓഫ് ₹10,000 അതർവൈസ് ദാൻ ആൻ അക്കൗണ്ട് പേ ചെക്ക് ഡ്രാഫ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക് മോഡ്സിലൂടെ, അപ്പോൾ ഇലക്ട്രോണിക് മോഡ്സിലൂടെ അക്കൗണ്ട് പേ ചെക്കിലൂടെ എന്നല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു ദിവസം 10,000 മുകളിലാണ് ക്യാഷിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത് ആ എമൗണ്ടും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ ഷാൾ ബി അലൗഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ഇൻകം ബൈ വേ ഓഫ് എനി winning from lottery, crossword puzzles, race including horse race, card game and other games in any sort of forms, gambling, betting, any other form of nature etc. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാഷ്വൽ ഇൻകം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ്വൽ ഇൻകത്തിൽ നിന്ന് ആ ക്യാഷ്വൽ ഇൻകത്തിന് ചിലവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ബെറ്റിങ്ങിന് വേണ്ടി ബെറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ക്യാഷ് പോയിട്ടുണ്ട്, പക്ഷേ ഒരു ദിവസം നമുക്ക് ബെറ്റ് കിട്ടി, നമ്മൾ എന്ത് ചെയ്തു, വിൻ ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടിയെങ്കിൽ നമുക്ക് നമ്മൾ ബെറ്റ് വെച്ചിട്ടുള്ള ക്യാഷൊന്നും അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ഡിവിഡൻറ്റ്. നോർമലി ഡിവിഡൻറ്റ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇനി പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഡിവിഡൻറ്റ് എന്നുള്ളത് നമ്മൾ സാധാരണ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 2 സബ്സെക്ഷൻ 22 പറഞ്ഞിട്ടുള്ളത് ഫോളോയിങ് പേയ്മെൻറ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ബൈ എ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഡീംഡ് ആസ് എ ഡിവിഡൻറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. താഴെ പറയുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷന് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെയുള്ള എമൗണ്ട് ഉണ്ടാവില്ലേ, ഓക്കെ, അത് ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് വരെ കമ്പനിയിൽ നിന്ന് എന്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22A പറയുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വിച്ച് റിസൾട്ട് ഇൻ റിലീസ് ഓഫ് അസറ്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ കറണ്ട് ഇയർ പ്രോഫിറ്റും അല്ലെങ്കിൽ പാസ്റ്റ് ഇയറിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അത് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇനി ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല എങ്കിലും കമ്പനിയുടെ ഒരു അസറ്റ് റിലീസ് ചെയ്യാണ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ കൊടുക്കുന്ന ആ പോർഷന് എന്ത് ചെയ്യും, അത് ഡിവിഡൻ്റായിട്ട് പരിഗണിക്കും. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ കയ്യിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്നുള്ളത് 50,000 എന്ന് വിചാരിക്കുക. ക്യാഷ് ഒരു അസറ്റ് ആണല്ലോ, അതേപോലെ സ്റ്റോക്കൊക്കെ അസറ്റാണ്. അപ്പോൾ ഈ അസറ്റ് എന്ത് ചെയ്യുന്നു, ക്യാഷായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ 50,000 വരെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചർ ഓർ ഡിബഞ്ചർ സ്റ്റോക്ക്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എനി അതർ ഫോം വെദർ വിത്ത് ഓർ വിത്തൗട്ട് ഇൻട്രസ്റ്റ് ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്, അത് ഇക്വിറ്റി ആസ് വെൽ ആസ് പ്രിഫറൻസ് ആൻഡ് ഷെയർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ബൈ വേ ഓഫ് ബോണസ്. പിന്നെ അതേപോലെ ടു ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് കമ്പനി പോസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 22Bയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു കമ്പനി ഡിബഞ്ചറായിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചർ സ്റ്റോക്കോ ഡെപ്പോസിറ്റ് ഓഫ് സർട്ടിഫിക്കറ്റോ അതിനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് വിത്ത് ഓർ വിത്തൗട്ട് ഇൻട്രസ്റ്റ്, ഓക്കെ, അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് ആർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിവിഡൻ്റ് അല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഏതുവരെ, ടു ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ കമ്പനി പോസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, കമ്പനിയുടെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ 222 സബ്സെക്ഷൻ 22C
Distribution made on liquidation to the extent to which the company possesses accumulated profit immediately before the liquidation. അപ്പോൾ ലിക്വിഡേഷൻ്റെ സമയത്ത് കമ്പനിയുടെ അസറ്റൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആദ്യം ഈ ലാബിലിറ്റീസൊക്കെ പേ ഓഫ് ചെയ്യുന്നു, എന്നിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ കമ്പനിയുടെ ലിക്വിഡേഷൻ്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ദി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 22D പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ മെയ്ഡ് ഓൺ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ടു ദി എക്സ്റ്റെൻറ്റ് ഇറ്റ് വിച്ച് പോസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, കമ്പനിയുടെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 22E പറയുന്നത് എനി പേയ്മെൻറ്റ് വെദർ ക്യാഷ് ഇൻ കൈൻഡ്, ക്യാഷിലായാലും കൈൻഡിലായാലും ഒരു കമ്പനി ക്യാഷിലോ അല്ലെങ്കിൽ കൈൻഡിലോ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അത് ഏത് കമ്പനിയാണ്? ഇൻ വിച്ച് ആർ പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ടു ദി എക്സ്റ്റെൻഡ്. ഓക്കെ, പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനി, ആ കമ്പനി ക്യാഷിലോ കൈൻഡിലോ ഒരു പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ആർക്കാണ് പേ ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് പേ ചെയ്യുന്നത്. എങ്ങനെ? ബൈ വേ ഓഫ് ലോൺ ഓർ അഡ്വാൻസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ലോണായിട്ടോ അഡ്വാൻസ് ആയിട്ടോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാണ്. ആ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് എന്തുണ്ട്? ആ കമ്പനിയിൽ 10% കുറയാതെ വോട്ടിംഗ് പവർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള 10% കുറയാതെ വോട്ടിംഗ് പവറുള്ള ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ലോൺ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഏതിലാണ്? ക്ലോസ്ലി ഹെൽഡ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ അടുത്ത പേയ്മെൻറ്റ് പറഞ്ഞു, 3 പേയ്മെൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു പേയ്മെൻറ്റ് നമ്മൾ ലോണായിട്ട് കൊടുത്തു അല്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ലോണായിട്ട് കൊടുത്തു. ഇനി ബൈ വേ ഓഫ് ലോൺ ഓർ അഡ്വാൻസ് ടു എ കൺസേൺ ഓഫ് വിച്ച് ദ സച്ച് സ്പെസിഫൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ മെമ്പർ ഓർ പാർട്ണർ അറ്റ് ദ ടൈം ഓഫ് സച്ച് പേയ്മെൻറ്റ് ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു HUF-ലോ ഫേമിലോ AOP-ലോ BOIക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ലോൺ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ലോണായിട്ടോ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ആർക്കല്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റ് ആയിട്ടില്ല. ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ 10% വോട്ടിംഗ് പവറുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡർ, ആ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഏതെങ്കിലും കമ്പനിയിൽ അല്ലെങ്കിൽ ഫേമിലോ HUF-ലോ ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വെച്ചാൽ മോർ ദാൻ 20% വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ പാർട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പാർട്ണർഷിപ്പ് ഫേമിനോ HUF-നോ AOP-ക്കോ BOIക്കോ കമ്പനിക്കോ ഒക്കെയാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ അപ് ടു ആ എക്സ്റ്റെൻഡ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് പറയുന്നത് ബൈ വേ ഓഫ് ലോൺ ഓർ അഡ്വാൻസ് ടു എനി പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി സച്ച് സ്പെസിഫൈഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി ആ സ്പെസിഫൈഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വേറെ ആർക്കെങ്കിലും ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആ എക്സ്റ്റെൻഡ് വരെ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ എക്സ്റ്റെൻഡ് വരെ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡിവിഡൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ് എന്നുള്ളത് പറഞ്ഞു. സാധാരണ നോർമലി ഡിവിഡൻറ്റ് എന്നുള്ളത് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. അതിൻ്റെ മുന്നേ എക്സംഷൻ പറയുന്നുണ്ട്. ഫോളോയിങ് പേയ്മെൻറ്റ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഡിവിഡൻറ്റ്. എനി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എ കമ്പനി ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിവിഡൻ്റായിട്ട് പരിഗണിക്കില്ല. അതേപോലെ എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് മെയ്ഡ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ദ സ്കീം ഓഫ് ഡീമർജറിൻ്റെ കേസിലും അത് ഡിവിഡൻ്റായിട്ട് പരിഗണിക്കില്ല. ഇനി സെക്ഷൻ 115O പ്രകാരം ഒരു ഡൊമസ്റ്റിക് കമ്പനി എനി എമൗണ്ട് ഡിക്ലെയർ ആസ് എ ഡിവിഡൻറ്റ് ഷാൾ ബി ചാർജ് ഇൻ അഡീഷണൽ ഇൻകം ടാക്സ് അറ്റ് ദ ഫോളോയിങ് റേറ്റ്. അപ്പോൾ സെക്ഷൻ 150O പ്രകാരം ഈ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഡൊമസ്റ്റിക് കമ്പനി പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയാണ് ഡിവിഡൻറ്റിന് ടാക്സ് പേ ചെയ്യുക. അപ്പോൾ എന്ത് കൊടുക്കേണ്ട? ആ ഷെയർ ഹോൾഡർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്ഷൻ ഡിവിഡൻറ്റ് അണ്ടർ സെക്ഷൻ 222E എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞില്ലേ, ലാസ്റ്റ് കേസ് പറഞ്ഞില്ലേ? ഓക്കെ, ഈ കേസ്, ഈ പേയ്മെൻറ്റിൻ്റെ കേസ്, ഇവിടെ ഇങ്ങനെയുള്ള ഡിവിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് റേറ്റ് എന്നുള്ളത് 30% പ്ലസ് സർചാർജ് അറ്റ് 12% പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, ഇനി അതർ ഡിവിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിവിഡൻറ്റും സെക്ഷൻ 2 സബ്സെക്ഷൻ 22A മുതൽ D വരെ പറഞ്ഞിട്ടില്ലേ, അതിലുള്ളതാണെന്നുണ്ടെങ്കിൽ 15% പ്ലസ് സർചാർജ് അറ്റ് 12% ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഡിവിഡൻറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി
ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ഇതെങ്ങനെയാണ് ടാക്സ് ആവുക എന്നുള്ളതാണ് നോക്കുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 34 പ്രൊവൈഡ് ദാറ്റ് എനി ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻറ്റ് റഫേർഡ് ഇൻ സെക്ഷൻ 150O, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ആ സെക്ഷൻ 150O ഷാൾ ബി എക്സെംപ്റ്റഡ്. അക്കോർഡിംഗ്ലി ഡിവിഡൻറ്റ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഷാൾ ബി എക്സെംപ്റ്റഡ് ഇൻ ദി ഹാൻഡ് ഓഫ് ദി റെസിപ്പിയൻറ്റ്. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനി സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 150O പ്രകാരം ആര് കൊടുക്കുന്നുണ്ട്? ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ അതല്ല, അത് ടാക്സബിൾ അല്ല, അത് എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാം ഡിവിഡൻറ്റ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടിയിട്ടുള്ളത് ഡൊമസ്റ്റിക് കമ്പനിയുടെ കയ്യിൽ നിന്നാണ്. അത് ഡിവിഡൻറ്റ് എക്സ്ക്ലൂഡിങ് സെക്ഷൻ 2 സബ്സെക്ഷൻ 22E, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാസ്റ്റ് കേസ് പറഞ്ഞല്ലോ, ആ പേയ്മെൻറ്റ്, ലോണിൻ്റെ പേയ്മെൻറ്റ് കേസ്, അതല്ലാതെ ബാക്കിയുള്ള ഏത് ഡിവിഡൻ്റ് ആണെങ്കിലും എന്ന് വെച്ചാൽ നോർമൽ ഡിവിഡൻറ്റും മറ്റുള്ള ഡിവിഡൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡിവിഡൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ് ടു 10 lakh വരെ ആണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണ്ട? റെസിപ്പിയൻറ്റ് ടാക്സ് കൊടുക്കണ്ട. ഇനി എക്സസ് ഓഫ് 10 lakh ആണെന്നുണ്ടെങ്കിൽ ആ 10 lakhൻ്റെ മുകളിലേക്ക് പോയതിന് എന്ത് കൊടുക്കണം? 10% ടാക്സ് കൊടുക്കണം, സെക്ഷൻ 150BBDA പ്രകാരം. ഓക്കെ, ഇനി ഇനി അതർ കേസസ് ആണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി എന്താ പറയുക, സെക്ഷൻ 2 സബ്സെക്ഷൻ 22E പ്രകാരമാണെന്നുണ്ടെങ്കിൽ എക്സെംപ്റ്റഡ് ആണ്. ഓക്കെ, എക്സെംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 പ്രകാരം അത് എക്സെംപ്റ്റഡ് ആണ്. ഇനി ഡിവിഡൻറ്റ് ഫ്രം നോൺ ഡൊമസ്റ്റിക് കമ്പനിയാണെന്ന് വെച്ചാൽ ഫോറിൻ കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? റെസിപ്പിയൻ്റ് അതിന് ടാക്സ് കൊടുക്കണം. ഇനി ഡിവിഡൻറ്റ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും ആ റെസിപ്പിയൻ്റ് അതിന് ടാക്സ് കൊടുക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി ക്ലബിങ്, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ഡിഡക്ഷൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.